നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും ഒത്തിരി പേര് ആവശ്യപ്പെട്ട പ്രകാരം ഒരു വെറൈറ്റി വീഡിയോയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ മുൻപത്തെ വീഡിയോകളൊക്കെ നോക്കണം. ആ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷോപ്പിലെ മെറ്റീരിയൽ ഒന്ന് കാണിച്ചു തരും. ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ ഫുൾ കാണിച്ചു തരണമെങ്കിൽ മൊത്തം ഇങ്ങനെ ഒന്ന് പിടിച്ച് കാണിച്ചു തരല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം നമുക്ക് ടേബിളിൽ കൊണ്ടുവന്ന് ഇവിടെ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ടെല്ലാം പ്രസൻറ്റ് ചെയ്യൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്യാമറാമാൻ മാക്സിമം എഫേർട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് 3 പീസ് സെറ്റ് കാണാനുണ്ട്. പിന്നെ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ ഒരുപാട് വലച്ചിട്ടുള്ള സംഭവമാണ് കട്ട് പീസ് കാണിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, എങ്ങനെ കട്ട് പീസ്, കാരണം ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട്. ഷോപ്പിൽ വന്ന് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കറിയാം. അപ്പോൾ അത് ഞാൻ ആ കട്ട് പീസ് കാണിക്കുമ്പോൾ പറയാം അതെങ്ങനെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്നവരും കുഞ്ഞു കുട്ടികളുള്ളവരും അങ്ങനെ പീസസ് ഞാൻ പറയാം, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഏതായാലും ഷോപ്പ് കണ്ടുകൊണ്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ഒരറ്റത്തും തുടങ്ങാം. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം പ്രിൻറ്റഡ് കാന്ത കളക്ഷൻസ് ആണ്. കാന്ത കോട്ടണിൽ പ്രിൻ്റ് വരുന്നു. ഇതെല്ലാം ഇങ്ങനെ വരുന്നു. പല രീതിയിൽ പല സമയത്ത് ഇങ്ങനെ ഷോപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഇപ്പോൾ എല്ലാം നമുക്ക് ഒന്നിച്ച്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമാവുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യണേ. മാർക്ക് ചെയ്തിട്ട് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ആ മെറ്റീരിയൽ പിന്നെ എല്ലാം എടുത്ത് കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് അയക്കരുത് കേട്ടോ. പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ 2-3 ദിവസം കൊണ്ടാണ് അവർ റിപ്ലൈ കൊടുത്ത് തീരുന്നത്. അപ്പോൾ ഒരുപാട് സാവകാശം ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ചിലതിലൊക്കെ തീരെ കുറവാണ്, ചിലത് 2-2.5 അങ്ങനെ പീസസ് വരുന്നതുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം ഒന്ന് കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ സാവകാശം കൊടുക്കണം. ഇനി നമ്മൾ ആ കാന്തയുടെ ഇടയിൽ തന്നെ ഇവിടെ കാണുന്നത് നമ്മൾ ഇത് നമ്മളൊരു ക്രോഷേ വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ്. ഇത് വരുന്നത് നമ്മുടെ പ്രിൻറ്റഡ് ഹക്കോബയാണിത്. ഇവിടം വരെ വരുന്നത് പ്രിൻറ്റഡ് ഹക്കോബയാണ്. പിന്നെ വീണ്ടും നമ്മുടെ കാന്തകളാണ്. പ്രിൻറ്റഡ് കാന്ത വരുന്നുണ്ട്, ത്രെഡ് വർക്ക് കാന്ത വരുന്നുണ്ട്, മൾട്ടി ലൈൻ കാന്ത വരുന്നുണ്ട്, സിംഗിൾ കാന്ത വരുന്നുണ്ട്. കാന്ത കോട്ടൺ സിംഗിൾ ലൈനിന് വരുന്നത് 120, പ്രിൻറ്റഡ് കാന്തയ്ക്കും മറ്റ് സംഭവങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ വരുന്നത് 130, ഈ ത്രെഡ് വർക്കിനൊക്കെ വരുന്നത്. ഈ കാന്ത കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ്. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈനിങ് ഇല്ലാതെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ലൈറ്റ് കളറൊക്കെ ആകുമ്പോൾ പൊതുവേ ലൈനിങ് വെക്കുക നല്ലത്. പിന്നെ നൈറ്റ് ചെയ്യാനാണെങ്കിലും നല്ലതാണത്. കാന്ത കോട്ടൺ എന്ന് പറഞ്ഞാൽ ആ സംഭവങ്ങളാണ് ഇവിടെ. അപ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഒരുപാടുണ്ട് ഷോപ്പിൽ. പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ നമുക്കുള്ളത്. കാരണം ഒരു മെഗാ ഷോറൂമായിട്ട് നമ്മൾ ഡിസ്പ്ലേ അങ്ങനെ ഇല്ല. നമ്മളുള്ള സ്ഥലത്ത് മാക്സിമം വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ ഇങ്ങോട്ട് റോൾ ചെയ്ത് ഇങ്ങോട്ട് എത്താൻ സാവകാശം എടുക്കും വീഡിയോയിൽ നിന്ന് കണ്ട മെറ്റീരിയൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീഡിയോയിൽ നിന്ന് കണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എന്ന് കരുതാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുന്ന് താഴെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇത് ഷിനോൺ എംബ്രോയ്ഡറി, അതിൽ ത്രെഡ് ഇങ്ങനെ എംബ്രോയ്ഡറി വരുന്ന മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയൽ ഇതിൽ നമുക്ക് ഷിനോണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ശ്രിങ്കേജ് ഉണ്ട് കേട്ടോ, ചുരുങ്ങുന്ന മെറ്റീരിയലാണത്. പിന്നെ അതിനും നമുക്ക് ക്രൈപ്പ് ലൈനിങ്ങാണ് വെക്കുക, ഇതിൽ ഫാൻസി വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഷിനോൺ പിന്നെ ഫാൻസി ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ ഇതിൽ വരുന്നത് കേട്ടോ. ഇതിൽ ഒരു ഫാൻസി ജോർജറ്റ് ടൈപ്പ് വന്നില്ലേ അത്. പിന്നെ ഇതിൽ പ്യുവർ ജോർജറ്റിൽ വരുന്നത് ടോപ്പ് ബോട്ടം കൺസെപ്റ്റിൽ. ഇതിൻ്റെ ടോപ്പ് ഇത് ബോട്ടം ഇവിടെ വരുന്നുണ്ട്. ബോട്ടം ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഷിഫ്ലി വർക്ക് ഇൻ ഓർഗൻസ വരുന്നതുണ്ട്. അതിൽ ഒരു പ്രിൻറ്റഡ് ഹക്കോബ ഇങ്ങോട്ട് കയറി വന്നു. പെട്ടെന്ന് അവർ പോണതിൻ്റെ മുമ്പ് മാക്സിമം എത്രയും പെട്ടെന്ന്, കാരണം നമുക്ക് കസ്റ്റമർ വന്ന് പോയി കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. ഇത്രയും സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടെന്ന് എനിക്ക് ഒതുക്കി തന്നതാണ്. ഇനി ഇവിടെ ഇത് വരുന്നത് നമ്മുടെ മഷ്റൂ സിൽക്കാണ് ഇത് വരുന്നത്. ഈ 1 2 3 ഇതിനിടയിൽ ഉണ്ടോ നോക്കാട്ടോ, ഉണ്ട്. പിന്നെ വരുന്നത് നമ്മളെ മൊഡാൽ സിൽക്കുകളാണ്. ഇതിൽ പ്യുവർ മൊഡാലും വരുന്നുണ്ട്, സെമി മൊഡാൽ വരുന്നുണ്ട്, പ്ലെയിൻ മൊഡാലും വരുന്നുണ്ട്. ഇത് മൊഡാൽ സിൽക്കാണ് വരുന്നത്. ഇതെല്ലാം മൊഡാൽ പ്യുവറിന് 530, സെമിക്ക് 380, പ്ലെയിൻ മൊഡാലിന് 450 ആ റേഞ്ചാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. മഷ്റൂവിന് 260 ആണെന്ന് തോന്നുന്നു, 260. പിന്നെ ഇനി വരുന്നത് നമ്മുടെ പ്യുവർ ബാന്തിനി. ഇതെല്ലാം 2.5 അല്ലെങ്കിൽ 5 മീറ്റേഴ്സിൻ്റെ കട്ടാണ് കേട്ടോ വരിക. 5 മീറ്ററിലാണിത്. നമ്മളിത് ഒറിജിനൽ ബാന്തിനിയാണ് കേട്ടോ, യാൻഡൈ. അതിൽ കളേഴ്സ്, ഇതിൽ ചില കളേഴ്സ് എത്താത്തതുണ്ടെന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ. ഉള്ള സ്പേസിൽ മാക്സിമം മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ. ഇനി ഇങ്ങോട്ട് മുകളിലോട്ട് പോയാൽ അജ്രക്കിൻ്റെ എല്ലാവരും ഇപ്പോൾ നമുക്ക് റെഡി സ്റ്റോക്ക് ഉള്ളതിൻ്റെ ഒക്കെ ഒരു സാമ്പിൾ ഒരു ബണ്ട്. അത് അജ്രക്ക് ബാന്തിനി 5 മീറ്ററിൽ, അജ്രക്ക് കലങ്കാരി ഹാൻഡ് ബ്ലോക്ക് ഒരു മാക്സിമം 10 മീറ്റേഴ്സിലൊക്കെയാണ് ചെയ്ത് വരിക. അപ്പോൾ 10 മീറ്ററിൻ്റെ കുറച്ചുള്ള പോലെയൊക്കെ ഇവിടെ ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ വരുന്നു, ഇതൊക്കെ പുതിയത് ലാസ്റ്റ് വന്നത്.
അല്ലെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് വേണ്ടവർക്ക് ഈ അജ്രക്ക് പറഞ്ഞ പോലത്തെ നാച്ചുറൽ ഡൈ ഉള്ള മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ 190 ആണ് വരുന്നത് അജ്രക്കിന് വരുന്നത് റേറ്റ്. പ്യുവർ ബാന്തിനിക്ക് 280 പെർ മീറ്റർ ആണ്. ഇതെല്ലാം അജ്രക്ക് ഡിസൈൻസ് ആണ്, അജ്രക്ക് മെറ്റീരിയലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, കോട്ടൺ അജ്രക്ക് കോട്ടൻ്റെ. ഇനി നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ നമ്മളെത്തുന്ന നമ്മുടെ ജനപ്രിയ താരം കാംബ്രിക്കിൻ്റെ ലോകത്തേക്കാണ്. കാംബ്രിക് കോട്ടൺ ഏറ്റവും കൂടുതൽ നമുക്ക് 2 പീസ് കുർത്തി, ഫ്രോക്ക് എന്ത് ചെയ്യാനും നല്ലതാണിത്. 6 ആഗ് ലൈൻസ് പാറ്റേണിൽ വരുന്നത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ടോപ്പ് ബോട്ടം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരുന്നു. ഇതെല്ലാം 44 ഇഞ്ച് വിടുത്താണ്. 44 ഇന്ന് നമ്മൾ ജനറലി പറയുകയാണെങ്കിലും അതിന് ഏകദേശം ഒരു ഓവറോൾ വിടുത്ത് വരെ 43 ഒക്കെയാണ് വരിക. ചിലത് 44 ഉണ്ടാവും, 45 വരുന്നതുകൊണ്ട് അങ്ങനെ വരുന്നു. ഇതെല്ലാം 120 പെർ മീറ്റർ, 120 രൂപയാണ് വരുന്നത്. ഇങ്ങനെ ഇതുണ്ട്, ഇതെല്ലാം കാംബ്രിക് കോട്ടൺ ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇങ്ങനെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഓർഡർ ചെയ്താൽ ഈ ഒരു ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു കുറച്ചിടയിലുള്ളതാണ് മാർക്ക് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിൽ 2.5 മീറ്റേഴ്സ് എല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടി പറയരുത്. അവർക്ക് സമയമില്ലാത്തതുകൊണ്ട്, സമയക്കുറവ് കൊണ്ടാണത്. ഇതാണ് ഇങ്ങനെ വരുന്നു. വെബ്സൈറ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വരും. കാരണം അതിൽ അവൈലബിൾ ആയ നിങ്ങൾക്ക് അതെല്ലാം നമ്മൾ മാക്സിമം ഒന്ന് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ലീവുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വന്നതുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നത്. അങ്ങനെ ഫുള്ളൊന്ന് റെഡി ആക്കണമെങ്കിൽ, കാരണം അതിന് കൺസേൺഡ് ആയ ആൾക്ക് ലീവ് വന്നു, നമുക്കിങ്ങനെയല്ല, ലേഡീസ് സ്റ്റാഫ് അല്ലേ കൂടുതൽ. അപ്പോൾ അവരുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ലീവ് കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ സെക്ഷനിൽ ബ്രേക്ക് കൂടാതെ വർക്ക് നടക്കണ്ടേ. ഇപ്പോൾ കാംബ്രിക് കോട്ടനാണ് വരുന്നത്. 120 രൂപയാണ് ഇതെല്ലാം. അങ്ങനെ വരുന്നു. ഇനി നമ്മൾ വരുന്ന കോട്ടായുടെ ലോകത്തേക്കാണ്. കോട്ട എംബ്രോയ്ഡറി ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് കോട്ട എംബ്രോയ്ഡറി ആ കാണുന്ന വർക്കുള്ളതിൻ്റെ എല്ലാം പ്ലെയിനും അവൈലബിൾ ആണ്. ഇതിൽ ഈ ഗ്രീനിൻ്റെ പ്ലെയിൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സാരിക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, സാരി ബ്ലൗസ് എന്നൊരു കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. പ്ലെയിനിന് വരുന്നത് 70 റുപ്പീസാണ്. വർക്ക് വരുന്നതിന് 300-ൻ്റെ ഉണ്ട്, 320-ൻ്റെ ഉണ്ട്. ഇങ്ങനെ വരുന്നു. ഇത് കോട്ട ലോഗമാണ്. ഇങ്ങനെ വരുന്നു ഇതെല്ലാം. അവിടുന്ന് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ കുറച്ച് ഫുൽക്കാരി ഇവിടെ ഇരിപ്പുണ്ട്. ഫുൽക്കാരി ഏകദേശം 140. പിന്നെ കോട്ടയിൽ ഹക്കോബ വരുന്നതിന് 180 ആണ്. ഇത് നമ്മൾ ചിക്കൻ കാരി, ഇതിൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, നമുക്കിവിടെ വന്നിട്ടില്ല അല്ലേ, ബ്ലൂ ഉണ്ട്. അത് 180 വരുന്നത്. ടൈ ആൻഡ് ഡൈ ഹക്കോബ 180. പിന്നെ നമ്മുടെ 130-യുടെ ഹക്കോബയാണ് ഇവിടെ ഇരിക്കുന്നത്. 130, 130 രൂപ മീറ്ററിന് വരുന്നത്. ഇങ്ങനെ ഇതിനൊക്കെ ലൈനിങ് കമ്പൽസറി. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ഉള്ള സ്ഥലത്ത് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ 43 ഇഞ്ചൊക്കെ വരുന്ന വെടുത്ത് വരുന്ന 42 ഇഞ്ച് വരുന്ന ഹക്കോബകൾ, അതിന് 300-ൻ്റെ ഉണ്ട്, 250-യുടെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ 180-യുടെ ഹക്കോബ വന്നില്ലേ, PC കോട്ടണിൽ വരുന്ന അതുണ്ട് ഇവിടെ. ഇങ്ങനെ വരുന്നു. ഇതൊക്കെ റേറ്റ് പ്രീമിയം ആണ്, 250-ൽ വരുന്നതാണ്. ഇത് PC-യിൽ വരുന്നതാണ്. അങ്ങനെ ഹക്കോബകൾ ആണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് 44 ആ ഒരു ഇതിൽ എടുത്ത് വരുന്നത്. ഇങ്ങനെ അവിടെ നിന്ന് ഇനി നമ്മൾ മെല്ലെ ക്യാമറ ഇങ്ങോട്ട് പോരട്ടെ. അവിടെ കുറച്ച് നെറ്റ് ഇരിപ്പുണ്ട്, ജസ്റ്റ് അതൊന്ന് കാണിച്ചേക്ക്. നെറ്റ് നമുക്ക് പൊതുവെ കുറവാണേ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, സ്പേസ് അങ്ങനെ ഇല്ല, എല്ലാം ഒരു അങ്ങനെ ഡിസ്പ്ലേ വെക്കാനൊക്കെ ആയിട്ടേ ഉള്ള സ്ഥലം നമുക്ക് കാണിച്ചു തരാം. അത് ഇനി നമ്മൾ ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഇതെല്ലാം 110 പെർ മീറ്റർ വരുന്നതുകൊണ്ട് 120 വരുന്നതുകൊണ്ട് നൈറ്റി മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം വരുന്നത്. അവിടുന്ന് ഇങ്ങനെ ഞാനൊരു സ്കെയിലും പിടിച്ച് ക്ലാസ് എടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുവാണ്. ക്യാമറാമാൻ ക്യാമറയുമായിട്ട് ഇങ്ങനെ. ഇത് നമ്മൾ ദുപ്പട്ടയ്ക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം വരുന്നത്. ഇത് 140-ൽ വരുന്നതാണ്. ഇത് രണ്ടെണ്ണം, ഇത് രണ്ടും ഇതും. ഇത് നമ്മളെ ഒരു സെൽഫ് ലൈൻസ് വരുന്ന മെറ്റീരിയലാണ്. ഇതൊന്ന് കാണിച്ചേ പീച്ച്. ഇത് 180 വരുന്നതാണ്. അതിൽ പലതും അങ്ങോട്ടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് ദുപ്പട്ടയിൽ വരുന്നതാണ് ഇതെല്ലാം. ഇത് 180 വരുന്നതാണ്. പിന്നെ ഇത് 100 റുപ്പീസിൻ്റെ മെറ്റീരിയൽ കോട്ടനാണ്. പിന്നെ നൈറ്റി മെറ്റീരിയൽ തന്നെ അങ്ങനെ വരും. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി പറഞ്ഞാൽ കേൾക്കാത്തതും അടങ്ങി ഒതുങ്ങിയിരിക്കാത്തതുമായൊരു കുട്ടികളാണ് ഇവരുടെ ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയാമെങ്കിലും ഇത് ടോപ്പ് ബെഞ്ചേഴ്സാണ്. ഇങ്ങനെ വരുന്നു. അവരേറ്റവും മുകളിൽ കയറിയിരിക്കുന്നത്. ഇവരങ്ങ് ഒതുങ്ങിയിരിക്കില്ല. ഇത് ഓർഗൻസ മെറ്റീരിയലാണ് വരുന്നത്. അതിൽ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. 220, 240 അങ്ങനെ വരുന്ന ആ സംഭവങ്ങൾ പല റേറ്റിൽ വരുന്നതുണ്ട്. ഇങ്ങനെ ഇനി ഇവിടെ വരുന്നത് നമ്മുടെ സ്ലബ് സിൽക്ക്. ഇതിൽ ഇടയ്ക്ക് കൂടെ വരുന്നുണ്ട് കേട്ടോ. സ്ലബ് സിൽക്കാണ്. ഇത് സ്ലബ് സിൽക്കാണ്. സ്ലബ് സിൽക്കിന് നമുക്ക് ഒരുപാട് കളേഴ്സ് വരാനുണ്ട്. അത് വന്നു കഴിയുമ്പോൾ ഫുൾ ഡിസ്പ്ലേ വെക്കാൻ എവിടെ സ്ഥലം കിട്ടുമെന്ന് അറിയില്ല. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കോട്ടൺ സ്ലബാണ്. കോട്ടൺ സ്ലബിൻ്റെ കളേഴ്സ്
44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. 120 120 രൂപ വരുന്ന കോട്ടൺ സ്ലബ് വരുന്നുണ്ട് അവിടെ. അങ്ങനെ ഈ അറ്റം വരെയുള്ള കളേഴ്സുകളെല്ലാം അങ്ങനെ കോട്ടൺ സ്ലബ്. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഫുൽക്കാരി വരുന്നുണ്ട് അവിടെ. ഇങ്ങനെ ഫുൽക്കാരി വരുന്നു. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്ലോക്കിൽ ഇപ്പോൾ ഏകദേശം നമുക്ക് ഇത്ര ഒരുവിധം സ്റ്റോക്ക് കഴിഞ്ഞു, കുറച്ചൊക്കെ ഉള്ളൂ. ഹാൻഡ് ബ്ലോക്കിൽ കാന്ത വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കോട്ടൺ ലിനൻ ഫാബ്രിക്സ് ഇങ്ങനെ വരുന്നു, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. കോട്ടൺ ലിനൻ 180, അതിൽ ചെക്സ് വരുന്നതിന് 220 അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇക്കത്തുകൾ വരുന്നു. ഇക്കത്തിനെല്ലാം 44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്, 170. അതിൻ്റെ ഇടയിൽ കൂടെ സൗത്ത് കോട്ടനും വരുന്നുണ്ട് കേട്ടോ. സൗത്ത് കോട്ടനും ഇക്കത്തും കൂടെ അവരിങ്ങനെ കമ്പനി ആയിട്ടിരിക്കുവാണ്. അത് കുർത്ത ചെയ്യാനാണെങ്കിലും ഷർട്ട് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ലതാണിത്. ഇക്കത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ വന്നു. പിന്നെ നമ്മൾ ഇത് ലൂറക്സ് ലൈൻസ് വരുന്ന കാംബ്രിക് കോട്ടണിൽ ജസ്റ്റ് സിൽവറും ഗോൾഡൻ ലൈൻസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന ഒരു ഭംഗിയുള്ള സംഭവങ്ങളാണ് ഇങ്ങനെ വരുന്നു. പിന്നെ ഇതിലൊക്കെ പല വകയാണ്. ഇതിൽ ബ്രൊക്കേഡ് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്, ഒരു ഹാൻഡ്ലൂം കോട്ടൺ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബുട്ട ജോർജറ്റ് ഇവിടെ വരുന്നുണ്ട്. ബുട്ട ജോർജറ്റിൻ്റെ എല്ലാ കളേഴ്സും ഇവിടെ ഇല്ല. ഉള്ള കളേഴ്സ് കുറച്ചൊക്കെ തീരാറായത് നമ്മൾ അങ്ങനെ തന്നെ വെച്ചാൽ കളേഴ്സ് പിന്നെ ചോദിക്കുന്നവർക്ക് അകത്തുനിന്ന് എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ കളേഴ്സും അങ്ങനെ കുറച്ചുള്ള കളേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. സ്പേസ് ഉണ്ട്, ഫുള്ളാണ് തിക്കാക്കി വെച്ചേക്കുന്ന സ്ഥലമില്ല. പിന്നെ നമ്മൾ ആ ചിക്കൻ കാരി ടൈപ്പ് വരുന്നില്ലേ, ബോട്ടം ചെയ്യാനുള്ള മെറ്റീരിയൽ, അതിലെ കളേഴ്സ്. ഇത് താഴെ ഹോൾസ് വരുന്നത് അത് 110 റുപ്പീസ് പെർ മീറ്റർ, 110. അതിൻ്റെ ഇടയിലൊരു ഹക്കോബ ഇവിടെ വന്നിരിപ്പുണ്ടേ, അതിങ്ങനെ ഇടയ്ക്ക് കയറി വന്നതാണ്, അതങ്ങനെ. പിന്നെ നമ്മൾ ഇത് ഹാൻഡ് ബ്ലോക്കിൽ പെട്ടതാണ് കലങ്കാരി. ഇനി നമ്മൾ കലങ്കാരികൾ, ഇത് കലങ്കാരിയല്ലേ ഇരിക്കുന്നു കേട്ടോ കലങ്കാരി അവരിങ്ങനെ. പിന്നെ താഴെ പോപ്ലിൻ ഇരിപ്പുണ്ട് ബോട്ടം ചെയ്യാനുള്ളത്, ശരി അത് ഫുള്ള് ഒതുക്കാൻ പറ്റിയിട്ടില്ല. അത് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് കഴിയുമ്പോൾ പിന്നെ 1-2 പേര് കസ്റ്റമർ വന്ന് ബോട്ടം തിരഞ്ഞപ്പോഴേ അത് കുറച്ച് ഇങ്ങനെ ഭംഗിയിലല്ല ഇരിക്കുന്നത്. എങ്കിലും കാണിച്ചു തരാം ബോട്ടത്തിൻ്റെ പ്ലെയിൻ കളേഴ്സ് വേണ്ടവർക്ക്. ഇതെല്ലാം നമുക്ക് ബോട്ടം ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. ഇത് അണ്ടർസ്കർട്ട് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ. ഇനി പ്ലെയിൻ നൈറ്റിക്ക് വേണമെങ്കിലും എടുക്കാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, പോപ്ലിനൊക്കെ ആണെങ്കിലും ചില കളേഴ്സൊക്കെ ഫസ്റ്റ് 2-3 വാഷസൊക്കെ കളർ ഇളകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് കഴുകിയാൽ മതി, കുഴപ്പമില്ല. നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ബോട്ടം. സ്റ്റിച്ചഡ് ബോട്ടംസ്, റെഡി ബോട്ടംസ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലെയിൻ പോപ്ലിനിൽ വരുന്നതാണ് ഇതെല്ലാം. എല്ലാം ഇതിന് വിടുത്ത് കുറവാണ്, 36 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ. ഈ ഒരു സൈഡിൽ കുറച്ച് ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവിടെ കുറച്ച് ഹക്കോബകൾ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ പ്രൊമോഷൻ കിട്ടി ഷെൽഫിലേക്ക് വരാൻ പറ്റിയിട്ടില്ല, അവരെ കൊണ്ടുവരണം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇനി നമ്മൾ ജോർജറ്റിലെ പ്രിൻ്റ് വരുന്നുണ്ട്, മാർബിൾ ഷിഫോൺ വരുന്നുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ 100, പിന്നെ 120 ആ റേഞ്ചൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ഡെൽറ്റ ക്രഷിലെ പ്രിൻ്റ് വരുന്ന സംഭവങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ജോർജറ്റ് സെക്ഷൻസ് അങ്ങനെ വരുന്നു. ജോർജറ്റ് കുറേ ചുറ്റി എത്തിയിട്ടില്ല, ഇവിടെ കട്ടിങ്ങൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ ഒന്നും എത്തിയിട്ടില്ല. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ഡെനിമിൽ പ്രിൻറ്റ്, പ്ലെയിന്, ഡോട്ടഡ് ഡെനിം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു വൈറ്റ് നമ്മളൊരു തിക്ക് കോട്ടൺ ഫാബ്രിക് ടോപ്പൊക്കെ ചെയ്യാൻ പറ്റിയ പ്ലെയിൻ മെറ്റീരിയലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ അങ്ങനെ ടോപ്പൊക്കെ ചെയ്യാൻ പറ്റിയത് ബിഗ് വിഡ്ത്താണ് എല്ലാം. 58-56 ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഡെനിമിൽ. പിന്നെ നമ്മളിങ്ങനെ പ്ലെയിൻ കളേഴ്സ് പല പല മെറ്റീരിയലുകൾ. ഇതിൽ റിങ്കിൾ റയോൺ ആണ് ഇതൊക്കെ വരുന്നത്. പിന്നെ റയോണിൽ വരുന്നുണ്ട്. ഇത് ജോർജറ്റ് പ്ലെയിനുകളാണ് വരുന്നത്, പല കളേഴ്സ് ഇങ്ങനെ നേവി ബ്ലൂ ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഇത് നമ്മുടെ എൽഫാബിൻ്റെ ദുപ്പട്ടാസാണ് വരുന്നത്, 280 പെർ പീസ് വരുന്ന എൽഫാബ് ഇങ്ങനെ വരുന്നു. ഇത് പിന്നെ 2 ടോൺ സെറ്റുകളാണ് നമ്മളെ. 2 ടോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് നമുക്ക് വരുന്ന ഇങ്ങനെ സെറ്റുകളാണ് വരുന്നത്. ഇത് സെറ്റായിട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ. പിന്നെ നമ്മൾ എംഫാബിൻ്റെ ദുപ്പട്ട, ഇത് എംഫാബിൻ്റെ ഫുൾ കളേഴ്സും എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. കാരണം എല്ലാത്തിലും ഒരുപാട് പീസസ് ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ കാണിക്കുമ്പോഴും പ്രശ്നമല്ലേ. അങ്ങനെ വരുന്നു. താഴെ കുറച്ച് ഫാൻസി ദുപ്പട്ടാസ് ഇരിപ്പുണ്ട്, നമ്മൾ 160-170 ആ റേഞ്ച് വരുന്നത്. ഇനി നമ്മൾ 3 പീസ് സെറ്റുകൾ, ഇതെല്ലാം ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന ദുപ്പട്ടയുള്ളത് കൊണ്ട്, അല്ല നമ്മൾ പീസ് വരുന്ന ദുപ്പട്ട 270 പെർ പീസ് വരുന്നത് ഇങ്ങനെ വരുന്നു. ഇതെല്ലാം 3 പീസ് സെറ്റുകളാണ് ഇങ്ങനെ വരുന്നു.
ഇതെല്ലാം ഇങ്ങനെ വരുന്നു. നമ്മൾ നിലമ്പൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ ചന്തക്കുന്ന് കഴിഞ്ഞ് അകമ്പാട റൂട്ട്. ഇതിവിടെ വരുന്ന റയോണും, ഇത് റയോണാണ്, ഇത് റിങ്കിൾ റയോണാണ്. ഇതിങ്ങനെ ഒരു സെൽഫ് ലൈൻസ് വരുന്നൊരു ഫാബ്രിക്കാണ് ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു വന്നത് അകമ്പാട റൂട്ടിൽ മയിലാടി പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ അമൽ കോളേജ് റൈറ്റ് സൈഡ്, അങ്ങോട്ട് എത്തണ്ട, ലെഫ്റ്റ് സൈഡ് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ്, ജസ്റ്റ് ഒരു പോക്കറ്റ് റോഡ് ഇറങ്ങിയാൽ മതി. ഇതെല്ലാം നമ്മൾ 100 rupees per meter വരുന്ന കോട്ടൺ സെറ്റുകൾ. ദുപ്പട്ട 90 rupees per meter വരും. 40 കോട്ടൺ എന്ന് പറയില്ലേ, അതാണ് വരുന്നത്. ഇതെല്ലാം 3 piece സെറ്റാണ്. ഇതെല്ലാം ടോപ്പ് ബോട്ടം ദുപ്പട്ട നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാവുന്നത്. ഇതിൽ നമ്മൾ ക്യാമ്പ്രിക്ക വരുന്നത് 120 വരുന്ന സെറ്റുകളാണ്. ഇതെല്ലാം ഇങ്ങനെ വരുന്നു. താഴെ റയോൺ ഇപ്പോൾ ഇത്രയും നമുക്ക് ഇവിടെ റോൾ ചെയ്തെത്തിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഓൺലൈൻ സെക്ഷനിൽ നിന്ന് കട്ടിങ് കഴിയുന്നതും അല്ലാതെ പുതിയത് വരുന്നതും ഒക്കെ ഇങ്ങനെ അവർക്ക് ചുറ്റി എടുക്കണം, അതിന് സമയം വേണേ. അപ്പോൾ അത് സാവകാശം കിട്ടാത്തത് കൊണ്ട് ചിലതൊന്നും നമുക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ വരുന്നു. ഇതെല്ലാം 3 piece സെറ്റുകളാണ്. ഇത് നമ്മൾ 100 rupees per meter വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് നേരിട്ട് വന്നിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ ഇത് നമ്മൾ 180 ഹക്കോബയാണ്. ഇത് നമ്മൾ 250 വരുന്നതാണ്. ഇങ്ങനെ വരുന്നു. ഇതാ ക്രീം കളർ മെറ്റീരിയൽ അതുകൂടെ ഉണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് കണ്ടുപിടിക്കാൻ. ഇത് നമ്മുടെ കോട്ടൺ ബുട്ട 44 inch എടുത്ത് വരുന്ന കോട്ടൺ ബുട്ടയുണ്ട്, ഹക്കോബയുണ്ട്. ഹക്കോബയ്ക്ക് പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്, ഉള്ള സ്ഥലത്ത് അങ്ങ് വെച്ചതാണ് ഉള്ള പോലെ. ഇതങ്ങനെ വരുന്നു. അത്രയും ഇനി ഓരോന്നും ഇങ്ങനെ പറയാം. ഇത് നമ്മളിനി ഓഫ് വൈറ്റ് കളറിൽ നമ്മൾ നെറ്റ് കാണിച്ചില്ലേ, നെറ്റ് ഉണ്ട് ഇവിടെ. ആ ഒരു കോട്ടണിൽ വരുന്ന ഫാബ്രിക് ഉണ്ട്, ഗോൾഡൻ സ്പോട്ടോ. ഇത് 250 ആണ് തോന്നുന്നു, 250 per meter. നെറ്റ് 240. പിന്നെ നമ്മളെ ഓഫ് വൈറ്റ് കളറിൽ ആ ഒരു ക്രീം കളറിന് ആ ഒരു ഓഫ് വൈറ്റ് വരുന്നില്ലേ, പക്ക വൈറ്റുള്ള അങ്ങനത്തെ, അതിലാണ് ഇങ്ങനെ വരുന്നു. ഹക്കോബ ഉണ്ട്, നെറ്റുണ്ട്. പിന്നെ വൈറ്റിൽ ഹക്കോബാസ് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ, ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരുപാട് ക്ലിയർ ആവില്ല, എങ്കിലും നിങ്ങൾക്ക് ബ്ലാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കാനൊക്കെ ഒരു എളുപ്പം. ഇങ്ങനെ പിന്നെ നമ്മളിത് ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് ഹക്കോബ. ഇത് ഓറഞ്ച് യെല്ലോയിൽ വെറൈറ്റീസ്, ഇതെല്ലാം ഹക്കോബകളാണ്. പിന്നെ സെൽഫ് വർക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഇവിടെ വരുന്ന നമ്മളെ ഹക്കോബാസ് വരുന്നുണ്ട്. ഗ്രീന്, ബ്ലൂ, സുന്ദരി ബ്ലൂ ഇങ്ങനെ വരുന്നുണ്ട്. പീച്ച്, പിങ്ക് ഇങ്ങനെ വരുന്നു. ലൈലാക്ക് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴാണ് ഒരു കസ്റ്റമർ വന്നു. രാത്രി നമ്മൾ 7 o'clock മുമ്പായിട്ട് സ്റ്റാഫ് പോവും. പിന്നെ കസ്റ്റമർ ചിലർ ലൈറ്റ് കണ്ട് വരും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു നമുക്ക് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തതൊക്കെ പിന്നെ വീണ്ടും ഡിസോർഡർ ആവും. എങ്ങനെ പറഞ്ഞു വന്നാൽ ഫ്ലോ പോയി. എന്നാലും ഇത് ഹക്കോബ അങ്ങനെ വരുന്നു. ഇവിടെയൊക്കെ ഇതെല്ലാം ഹക്കോബയാണ് ഇങ്ങനെ. അപ്പോൾ 6:30 ഉള്ളിൽ മാക്സിമം വരാൻ നോക്കണം കേട്ടോ കസ്റ്റമേഴ്സ്. പിന്നെ കുഴപ്പമില്ല, നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കും. ഇനി ഇതെവിടെ വരുന്നത്, ഇതിൽ മസ്ലിൻ ഹക്കോബ വരുന്നുണ്ട്. അതിന് നമുക്ക് പിന്നീട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയ ഡിസൈൻസ് ഇത് 2 മസ്ലിൻ ഹക്കോബയാണ്. പിന്നെ ലൂറക്സ് ലൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇതൊക്കെ കോട്ടണിൽ വരുന്നതാണ്. ഒരു ഡെൽറ്റ ക്രഷ് ഇവിടെ വന്നിരിപ്പുണ്ട്. അത് അവരുടെ വീട് ഇതല്ല ശരിക്കും, പക്ഷെ അവിടെ വന്നിരുന്നു. ഇത് റയോൺ പ്ലെയിൻ ബ്ലാക്ക് വരുന്നുണ്ട്. ഇതിൽ 58 inch വിഡ്ത്തിൽ പ്ലെയിൻ ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്കിൽ റയോൺ ഉണ്ട്. ജോർജറ്റ് പ്ലെയിൻ അവൈലബിൾ ആണ്, 100 ആണെന്ന് തോന്നുന്നു, 100 rupees. പിന്നെ ഡെൽറ്റ ക്രഷിൽ പ്ലെയിൻ ബ്ലാക്ക് അവൈലബിൾ ആണ് 80 rupees. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇത് നമ്മൾ മുകളിലിരിക്കുന്നത് ഇത് മസ്ലിൻ ഹക്കോബയാണേ. അത് നല്ലൊരു ഫാബ്രിക് ആട്ടോ ശരിക്കും. നമുക്ക് ഒരു പ്രിൻറ്റും ആ ഇത് സംഭവം ഭംഗിയുണ്ട്. ഇനി ഇതെല്ലാം ഹക്കോബ. പിന്നെ കോട്ടൺ ബുട്ട വരുന്നുണ്ട്, കോട്ടൺ ബുട്ടയിൽ വർക്കുള്ളത്. ഇടയ്ക്കൂടെ കോട്ടൺ ബുട്ടകളും ഉണ്ട്, ഹക്കോബകളും ഉണ്ട്. അങ്ങനെ ഇവരിങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ വരുന്നു. ഇതിപ്പോൾ നമ്മൾ മയിലാടി നമ്മളെ ഫാമിലി കോമ്പൗണ്ട്, നമ്മൾ കസിൻസ് ബ്രദേഴ്സ് എല്ലാം ഉള്ള കോമ്പൗണ്ടിലാണ് നമ്മൾ ബിൽഡിങ്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു സ്പേസിൽ ഉള്ളിടത്തോളം സ്ഥലത്ത് നമ്മൾ മെറ്റീരിയൽസ് അപ്പോൾ റോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നിടത്തോളം വച്ചിരിക്കുന്നതെല്ലാം കോട്ടൺ ബുട്ടയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും അവസാനം. പിന്നെ അങ്ങോട്ടെല്ലാം പിന്നെ പല വകയാണിത് അതിൽ അങ്ങനെ. പിന്നെ കുറച്ച് ഷിഫ്ലി വർക്ക് ജോർജറ്റിൽ വരുന്നതൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് മെയിൻ താരങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന താരങ്ങളെല്ലാം ഞാൻ കാണിച്ചു. ഇനി ഇതിപ്പോൾ ഇതിൽ നമ്മൾ ദുപ്പട്ടാസ് കാണിച്ചത്, ദുപ്പട്ടയുടെ സെക്ഷനൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സമയം കിട്ടിയിട്ടില്ല. നമ്മൾ ഇത്രയും ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സംഭവം ഫാബ്രിക്സുകളെല്ലാം ഇൻക്ലൂഡ് വെച്ചിരിക്കുന്ന ഒരു വിധം. അവർ തിങ്ങി നെരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കസ്റ്റമർ വന്നപ്പോൾ പിന്നെ ഓർഡർ ആക്കാൻ പറ്റാത്ത സംഭവങ്ങളും, പിന്നെ നമ്മുടെ ക്രേപ്പ് ലൈനിങ് സെക്ഷൻ അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ അവിടെ അങ്ങോട്ടൊരു ചെറിയൊരു ഗോഡൗൺ പോലെ ഉണ്ട്, അവിടെ റോൾ ചെയ്താത്ത അതെല്ലാം കൊണ്ടിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം അതെല്ലാം. പിന്നെ റെഡിയാക്കി ഇങ്ങോട്ട് വരാത്ത സംഭവങ്ങൾ, അണിയറയിലുള്ള താരങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും സെറ്റാക്കാത്തതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല.
അപ്പോൾ അത്രയായിരുന്നു നമ്മളെ ഷോപ്പിലെ വീഡിയോ. പിന്നെ നമുക്കിനി അപ്പോൾ നമുക്ക് വെറും അത് ഷോപ്പ് മാത്രം കണ്ട നമുക്ക് 3 പീസ് സെറ്റോടെ കാണാം. ഇത് കാംബ്രിക് കോട്ടണിൽ 3 പീസ് സെറ്റ്, നല്ല ബ്യൂട്ടിഫുൾ അജ്രക് ഡിസൈൻ വരുന്ന, ഒറിജിനൽ അജ്രക് അല്ല, കാംബ്രിക് കോട്ടണിൽ അജ്രക് ഡിസൈൻ വരുന്ന സെറ്റുകൾ, ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല 4 കളേഴ്സ് വന്നിട്ട് നല്ല ഭംഗിയുള്ള 4 കളേഴ്സാണ്. അത്രയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഇനി അതിൻ്റെ ദോഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഇത് കാണിക്കാം. സാധാരണ അങ്ങോട്ടല്ലേ പോരെ, ഇങ്ങോട്ട് പോട്ടിട്ട് അവിടെ ഇച്ചിരി ആൾക്കാർ നിരന്നിരിക്കുവാണേ. ഇത് നമ്മുടെ ടോപ്പ്, ഇത് ബോട്ടം. നമ്മൾ സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുക. ടോപ്പ് ബോട്ടം ദുപ്പട്ട. അവിടെയാണ് നമുക്കൊരു ദുപ്പട്ടയുടെ ലെങ്ത്ത് നമുക്കൊരു 210, ചിലത് 210 220 വരുന്നുള്ളൂ. അത് ഈ ഇത്രയും ഭംഗിയുള്ള സംഭവമാണ്, പക്ഷേ ദുപ്പട്ടയുടെ ലെങ്ത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ കോംപ്രമൈസ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഡിമെറിറ്റ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ നോർമലി നമുക്ക് വൺ സൈഡ് ഇടാനും, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഞാൻ തലയിലിട്ട് കാണിച്ചു തരാം. ഈ തലയിലിടേണ്ടവർക്കാണെങ്കിലും ഒക്കെ ആണെങ്കിലും എന്താ ഇങ്ങനെ ഇട്ട് അത്യാവശ്യം വലുപ്പമുണ്ട്, 2.10 ഉള്ളൂ. അപ്പോൾ 2.25 2.5 പ്രതീക്ഷിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ രണ്ടറ്റത്തും പടി പോലെയൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നീളം കൂട്ടാം. അപ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് 250 പെർ പീസ്, 250 രൂപ പീസ് റേറ്റ്. ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് 120 പെർ മീറ്റർ. അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫസ്റ്റ് കളർ നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇതിൻ്റെ 4 കളേഴ്സാണ് വരുന്നത്, മിസ്സാക്കണ്ട, ഇഷ്ടമായത് എടുത്തോളൂ കേട്ടോ. അതങ്ങനെ ഫസ്റ്റ് കളർ. നെക്സ്റ്റ് വരുന്നു ഇതാ നല്ലൊരു ഡാർക്ക് വൈൻ, ഒരു വൈനോ ബർഗണ്ടിന്നോ പറയാൻ പറ്റുന്ന നല്ല ഡാർക്ക് കളറാണ് വരുന്നത്. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ദുപ്പട്ട. അപ്പോൾ 3 പീസ് സെറ്റായിട്ട് വേണ്ടവർ മിസ്സാക്കണ്ട. ഇതാ നിങ്ങൾ ഇഷ്ടമുള്ള കളറ്, ഡിസൈൻ എല്ലാം സെയിം ആണ്, 4 കളേഴ്സിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. 250 പെർ പീസാണ് ദുപ്പട്ട വരുന്നത്. അപ്പോൾ 2.5 മീറ്റർ ടോപ്പ് 300 രൂപ, 300ഉം ബോട്ടം 2 മീറ്റർ എടുക്കുമ്പോൾ 240, 540 പ്ലസ് ഇതും കൂടെ. അപ്പോൾ എത്ര കൂട്ടിക്കോളൂ, 790 അല്ലേ, 790 രൂപയ്ക്ക് ഒരു സെറ്റ്. അതാണ് രണ്ടാമത്തെ സെറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് നേവി ബ്ലൂ. നിങ്ങൾക്ക് 2.5 മീറ്റർ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടോപ്പും ബോട്ടവും ദുപ്പട്ടയുടെ സൈസ് മാത്രം ഇത്രേ വരുന്നത്. ഇത് ടോപ്പ്, ഇത് ബോട്ടം, നല്ല നേവി ബ്ലൂ. ഇതെല്ലാം കാംബ്രിക് കോട്ടണിലാണ് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട ഇതങ്ങനെ വരുന്നു. സെറ്റായിട്ടാണ് കേട്ടോ ഇത് കിട്ടുള്ളൂ. ഇങ്ങനെ വരുന്നു ടോപ്പും ബോട്ടവും ദുപ്പട്ടയും. ഇങ്ങനെ വരുന്നു 120 പെർ മീറ്റർ ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ. ദുപ്പട്ട പ്രൈസ് 250 പെർ പീസ്. നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു, നല്ലൊരു റെഡിഷ് മെറൂൺ. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ദുപ്പട്ട. അപ്പോൾ വാട്സപ്പ് ത്രൂ സിസ്റ്റമാണ്, അതിൻ്റെ പരിമിതികൾ അറിയാമല്ലോ. ഒരു മെസ്സേജ് കഴിഞ്ഞിട്ട് വേണം അടുത്ത മെസ്സേജിലേക്ക് പോകാൻ. അപ്പോൾ സാവകാശം ആവശ്യമാണ്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പോൾ എത്ര മീറ്ററാണ് ക്ലിയർ ആയിട്ട് ആദ്യത്തെ മെസ്സേജ് തന്നെ എല്ലാം പറഞ്ഞോളൂ കേട്ടോ. അവൈലബിൾ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അവസാനിപ്പിക്കല്ലേ. ടോപ്പ് ഇത്ര, ബോട്ടം ഇത്ര, ദുപ്പട്ട. കലങ്കാരി കഴിഞ്ഞ പ്രാവശ്യവും കിട്ടാത്ത ഒരുപാട് പേരുണ്ടെന്നറിയാം, ഇനിയും കൊണ്ടുവരും, ഒട്ടും അറിയിടാവണ്ട. അതങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോഡി. ഇനി വരുന്നതിലും കൂടെ നമുക്കൊരു 20 പീസ്, അത് 20 പീസസ് വെച്ച സെറ്റ് വരുന്നത് 20 ഷോളും. അപ്പോൾ അതിന് കൺസെൻ്റായിട്ട് 40 മീറ്റർ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് പിന്നീട് ഇനി കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കി വരാൻ സമയം എടുക്കും. അതുകൊണ്ടാണ് കലങ്കാരിയിൽ ഇങ്ങനെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത്. എന്നാലും മാക്സിമം പെട്ടെന്ന് കൊണ്ടുവരാം. അപ്പോൾ അതൊക്കെയായിരുന്നു 3 പീസ് സെറ്റിൽ. അപ്പോൾ കൃത്യമായിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റിൽ ഇങ്ങനെ ആരോ പറഞ്ഞു 5 ദിവസമായിട്ട് റിപ്ലൈ കിട്ടിയില്ല. നോർമലി അത്ര ഡിലേ വരില്ല, അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. 2-3 ഡേയ്സ് കൊണ്ട്. പിന്നെ ഇങ്ങനെ നോക്കിപ്പോൾ താഴേന്ന് നോക്കിയിട്ടില്ല വരിക. താഴേന്ന് മെസ്സേജ് ഓപ്പൺ ചെയ്യും, അതിന് റിപ്ലൈ കൊടുത്ത് വരും, വീണ്ടും താഴേക്ക് പോകും. അപ്പോൾ എങ്ങാനും മിസ്സായി ഓപ്പൺ ആയി പോയിട്ടുണ്ടെങ്കിലായിരിക്കും ചില കാര്യങ്ങളിൽ ചിലപ്പോൾ മിസ്സായി പോവാറ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് 2-3 ദിവസം കൊണ്ട് റിപ്ലൈ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത നമ്പറിൻ്റെ ഏതൊക്കെ ഡീറ്റെയിൽസ് എന്ന കാര്യങ്ങളനുസരിച്ച് ഒന്ന് കസ്റ്റമർ കെയറിനേക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നോർമലി അതായത് പക്ക ഇതുപോലെ സ്ക്രീൻഷോട്ട് അയച്ച് ഇത് ഇത്ര മീറ്റർ അങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്ന മെസ്സേജുകൾ അഥവാ മിസ്സായി പോവാറില്ല. പിന്നെ ചിലപ്പോൾ ജനറലായിട്ട് അതിൻ്റെയൊക്കെ ഒന്ന് ഫോട്ടോ വിടൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലർ മെസ്സേജ്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി എളുപ്പമല്ല അവർക്ക് ഷോപ്പിൽ വന്ന്. ഇനി പ്രത്യേകിച്ച് ഞാൻ ഈ ഷോപ്പ് ടൂർ കാണിച്ച വീഡിയോ ആയതുകൊണ്ട് മാർക്ക് ചെയ്ത മെറ്റീരിയലിൽ നിന്ന് ഓർഡർ എടുക്കണമെങ്കിൽ സാറ്റർഡേ ഈവനിങ് വരെയാണ് അവർക്ക് സമയം കിട്ടുക. അപ്പോൾ അതിന് സാവകാശം ആവശ്യം വരും. പിന്നെ സൺഡേ നമ്മളെ മെയിൻ വീഡിയോ വരും. ഇനി നമ്മൾ കാണിക്കുന്നത് കട്ട് പീസാണ്. ഇത് നമ്മൾ ഇത്ര ഒരു ബണ്ടിൽ അങ്ങനെ നമുക്ക് ഇന്നതൊന്നും പോസിബിൾ അല്ല. ഒരുപാട് പേർക്ക് ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കാരണം പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കട്ട് പീസസ് ഒരുപാടുണ്ട്. പക്ഷെ അതെങ്ങനെ ഇവിടെ വന്നെടുക്കുന്നവർക്ക് ഇഷ്ടം പോലെ നമ്മൾ 30% ഡിസ്കൗണ്ടിലാണ് കട്ട് പീസ് സാധാരണ ഇവിടെ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ 1 മീറ്ററിന് 100 രൂപ വരുന്ന മെറ്റീരിയലാണെങ്കിൽ -30%, 70 രൂപ മീറ്ററിനാണ് അളന്നിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാക്ടിക്കലി ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു ബണ്ടിലെടുത്ത് ഇങ്ങനെ ഓരോ ബണ്ടിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ 2.5 മീറ്റർ, 2.5യോ അതിൽ കൂടുതലോ വരുന്നത്, 2.5 ആയിരിക്കും അധികം വരുന്നത്, 2.5 മീറ്റർ വരുന്ന
2 പീസ് ഉണ്ടാവും. പിന്നെ 2നും 2.5ക്കും ഇടയിൽ വരുന്ന 4 പീസ്, 2 മീറ്റർ 2.10 ഒക്കെ വരുന്ന 4 പീസ് ഉണ്ടാവും. പിന്നെ ഒരു 1.5 മീറ്റർ കൂടുതലുള്ളത് 1.5ക്കും 2നും ഇടയിൽ വരുന്ന 4 പീസ് ഉണ്ടാവും. പിന്നെ 1.5 മീറ്റർ താഴെയുള്ള 5 പീസ് ഉണ്ടാവും. 1 മീറ്റർ താഴെയുള്ള 5 പീസ് ഉണ്ടാവും. അങ്ങനെ മൊത്തം ഒരു 15 പീസാണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇതിന് ഓവറോൾ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 100, 120 ആ ഒരു റേഞ്ചിൽ വരുന്ന 80 ആ റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽ നമുക്ക് ശരിക്കും ഒരു 3000 റുപ്പീസിൻ്റെ മെറ്റീരിയൽ നമ്മൾ ശരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഒരു ബണ്ടിൽ ഇങ്ങനെ 1000 രൂപയ്ക്ക്. അപ്പോൾ ഇത് ഓക്കെ ആവും എന്നുള്ളവർക്ക് മാത്രം എടുത്താൽ മതിയിട്ട്. കാരണം നിങ്ങൾക്ക് ഇത് സെലക്ഷൻ പോസിബിൾ അല്ല. ഞങ്ങളിതിലൊരു 50 ബണ്ടിലോ 30 ബണ്ടിലോളം അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ സമയം ആവശ്യമാണ്, കാരണം കൃത്യം ഈ അളവുകൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇതിലാണ് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവർക്കോ 2.5 മീറ്ററിൻ്റെ പീസിൻ്റെ ടോപ്പ് വേണ്ടവർക്കോ സ്റ്റിച്ചിങ് പഠിച്ചവർക്ക് കട്ട് പീസ് ചോദിക്കാറുണ്ടല്ലോ ഒരുപാട് പേര് മെസ്സേജ്, അവർക്ക് ഉപകാരപ്രദമാവും. അല്ലാതെ നമ്മൾ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നില്ല. അങ്ങനെ ആവശ്യമുള്ളവർക്ക് മാത്രം വാങ്ങാൻ ഒട്ടും നിർബന്ധിക്കുന്നില്ല. കട്ട് പീസ് ചോദിച്ചവർക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തിയതാണ്. അപ്പോൾ വേണ്ടവർ ഈ ചാൻസ് ഉപയോഗിക്കുക. 1000 രൂപയാണ് ഒരു ബണ്ടിലിന് വരിക. അതിൽ 15 പീസാണ് ഉണ്ടാവുക, പല പല അളവിൽ. അതിൽ 1 മീറ്റർ താഴെയുള്ളതും ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ 2.5 മീറ്ററിൽ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് റാൻഡംലി ഇങ്ങനെ കെട്ടി വെച്ചതാണ്. ഇതിൽ നമുക്ക് സെലക്ഷൻ പോസിബിൾ അല്ല. ഏത് നിങ്ങൾക്ക് ഒരു ബണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 1000 റുപ്പീസിൻ്റെ കട്ട് പീസ് ബണ്ടിൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റികളുള്ള ഓരോ സംഭവങ്ങൾ 15 16 പീസസ് ഉണ്ടാവും കേട്ടോ ഓരോന്നിലും. അപ്പോൾ അതിൽ മാർക്ക് ചെയ്ത സെലക്ഷൻ ഇപ്പോൾ പോസിബിൾ അല്ല. അപ്പോൾ അതാണ്, അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ കട്ട് പീസ് വേണ്ടവർ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് മെസ്സേജ് ചെയ്യൂ കേട്ടോ. നമുക്ക് വേറൊരു ഇത് നിർവാഹമില്ല അതിന്. ഓരോന്നും ഞാൻ ആദ്യമൊക്കെ കുറച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേര് തന്നെ ചിലപ്പോൾ ഒരു പീസിന് ചോദിക്കും, അപ്പോൾ അത് കിട്ടാൻ പറ്റില്ല, അതുകൊണ്ടാണത്. അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇത് വേണ്ടവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. കട്ട് പീസ് ചോദിച്ചവർ വീഡിയോ മിസ്സാവാതെ കാണുക. അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ലിജി.